തിരുവനന്തപുരം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കാരണം ഓരോ കേന്ദ്രങ്ങളിലും ലഭിക്കുന്നത് ആ രീതിയിലുള്ള സ്വീകരണമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഏതായാലും ഇപ്പോൾ സ്ഥാനാർത്ഥി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഏത് രീതിയിലാണ് വലിയ തോതിൽ പ്രചരണ രംഗത്ത് LDF മുന്നോട്ട് പോയി കഴിഞ്ഞു? അപ്പോൾ ലഭിക്കുന്നൊരു പ്രതികരണം എങ്ങനെയാണ്? അല്ല, ഞാൻ ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ ഭാഗഭാക്കായിരുന്നു. തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ചിട്ടുമുണ്ട്. തിരുവനന്തപുരത്ത് 2ാം തവണയാണ്. എന്നാൽ ഇന്നോളം കാണാത്ത ഒരു പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നുണ്ട്. ജനങ്ങൾ അത്രമാത്രം ഈ തെരഞ്ഞെടുപ്പിൽ ആവേശത്തോടു കൂടി മുന്നോട്ട് വരിക. ഇപ്പം ഇന്നലെ നേമത്തെ കൺവെൻഷൻ ആയിരുന്നു. അവിടെ ഹാളിന് ഉള്ളതിനേക്കാളും ഇരട്ടി ആളുകൾ പുറത്താണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്നോട് പറഞ്ഞ് അത് സംഘാടകർ പറഞ്ഞ് ഞങ്ങൾ ഉദ്ദേശിച്ച് ഈ ഹാളാണ് ഉദ്ദേശിച്ചത്. ഇത്രയധികം ആളുകളിൽ ആ വന്ന കൂട്ടത്തിൽ ഏതാണ്ട് ഒരു പകുതിയോളം സ്ത്രീകളുമാണ്. അവരെല്ലാം ഒരാവേശത്തിലാണ്. ആ ആവേശം അവർക്ക് നാട്ടിൻ്റെ സ്പന്ദനങ്ങൾ അവർ മനസ്സിലാക്കുന്നില്ല. ആ സ്പന്ദനങ്ങളിൽ അവരുടെ പ്രതികരണമാണ് ഈ ആവേശങ്ങളിലെല്ലാം. അതുമാത്രമല്ല, എന്നോടൊരു ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഇതിൽ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഫുട്ബോൾ കളിക്കാരാണ്. പക്ഷേ അവർക്കൊക്കെ തന്നെ ഇതിൽ ഫുട്ബോൾ കളിക്കാരാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിനോട് അവർക്കും ഒരു വലിയ ആഭിമുഖ്യമുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ ഫുട്ബോൾ കളിക്കാരും കായിക താരങ്ങളോടും കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ആനുകൂല്യമുണ്ട്. നമ്മുടെ ചരിത്രത്തിലാദ്യമായി ഇവിടെ ഒരു കോൺക്ലേവ് നടന്നു, സ്പോർട്സ്. അത് ഒരു ഗവൺമെൻറ്റും നടത്താത്ത കാര്യമാണ്. മാത്രമല്ല, കേരളത്തിലെ ഫുട്ബോൾ രംഗത്ത് മാത്രമുള്ള 400ഓളം കളിക്കാർക്ക് ഗവൺമെൻറ് അഭയം കൊടുത്തു, ജോലി കൊടുത്തു. അത് മാത്രമല്ല, സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻറ്റ് യു ഷറഫ് അലി, അദ്ദേഹം ഈ ഫുട്ബോൾ കളിക്കാരനാണ്. അദ്ദേഹം സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റായിരിക്കുക. അപ്പോൾ ഇത് ഞാൻ അവിടെ പറഞ്ഞു, അത് നമ്മുടെ കളിക്കാർക്കൊക്കെ വലിയ ആവേശമാണ്. ഈ ഫുട്ബോൾ എന്ന് പറയുന്ന ലോകം മുഴുവനുള്ള മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ഒരു കളിയല്ലേ. ആ കളിയിൽ ഒരു ബന്ധമുള്ള ആളാണല്ലോ ഞാൻ. അതുകൊണ്ടാണ് എന്നെ അവിടെ വിളിച്ചത്. എനിക്ക് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കളിക്കാരും കാണികളും അതുപോലെ ഈ നാട്ടിൻ്റെ പല ഭാഗത്തുള്ള സാധാരണ മനുഷ്യർ, ഇപ്പോൾ ഓട്ടോറിക്ഷക്കാർ, ഞാൻ സ്ഥിരമായി സഞ്ചരിക്കുന്ന ഓട്ടോറിക്ഷക്കാർ, അവർക്കൊക്കെ തന്നെ നമ്മളോട് കാണിക്കുന്ന ഒരു ബന്ധത്തിന് ഒരു കാര്യം കൂടിയുണ്ട്. എതിരാളികൾ വലിയ പ്രതാപശാലികളായ പണക്കാരാണ്. അവർ കോടാനുകോടിയുടെ കാശ് കയ്യിലുള്ള ആളുകളാണ്, സമ്പന്നന്മാരാണെന്നുള്ള കാര്യം ജനങ്ങൾക്കറിയാം. എന്തായാലും ജനങ്ങൾക്ക് ആ സമ്പത്തിന് മുമ്പിൽ പോയി മുട്ടുമടക്കാൻ ജനങ്ങളില്ല. അതുകൊണ്ട് ആ സാധാരണക്കാരൻ്റെ പൊതുവിലുള്ള വികാരം നമുക്ക് അനുകൂലമാണ്, കൂടുതൽ ആവേശത്തിലാണ്. ഇന്ന് നമ്മൾ ഇവിടെ APS ഉദ്ഘാടനം ചെയ്ത് ഇനിയുള്ള പരിപാടികൾ നമ്മൾ പോകും. നമുക്ക് ഈ കാര്യത്തിൽ മറ്റൊന്ന് മാനസികമായി തളരേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ്. കാരണം ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു സ്വീകരണം അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഊർജ്ജം എന്ന് തന്നെയാണ് LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ വ്യക്തമാക്കുന്നത്. പ്രമോദ് പന്നിയോടിനൊപ്പം S. ഷീജ, കൈരളി ന്യൂസ്.